തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന പരാതി വീണ്ടും ഉയരുകയാണ്. നെടുമങ്ങാട് കരിപ്പൂർ കാവുമൂല ഷഹ്ന മനസ്സിൽ ഷാജഹാന്റെ ഇടത്തെ വിരൽ മാറി ഓപ്പറേഷൻ ചെയ്തു എന്നാണ് പരാതി. ചൂണ്ടുവിരലിനും പെരുവിരലിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് ഓപ്പറേഷൻ ചെയ്തതായി പറയുന്നത്. ആശുപത്രി സൂപ്രണ്ടിനും നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു അനസ്തേഷ്യ തന്നു. ആദ്യത്തെ ആ ഒരു അൺനെസസറി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ ഇരിക്കുന്ന ഭാഗത്ത് ചെയ്യാൻ വേണ്ടി വീണ്ടും ലോക്കൽ അനസ്തേഷ്യ തന്നു. അതായത് 2 അനസ്തേഷ്യ അവർ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ വിരലുകൾ എനിക്ക് ശരിക്കും ചലിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം എന്നപ്പോഴത്തേക്ക് അത് മേജർ അനസ്തേഷ്യ മാറിയിരിക്കുകയാണ്. ലോക്കൽ പ്ലസ് ലോക്കൽ അത് മേജറായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വിരലുകൾ ഇപ്പോഴും ചലിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വേദനയും അസഹനീയമായിട്ടുള്ള വേദന ഉണ്ട് എനിക്ക്. ജിബിൻ വിവരങ്ങളുമായി. ജിബിൻ, തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രികളിൽ ഒന്നാണ് നെടുമങ്ങാട്ടെ താലൂക്ക് ആശുപത്രി. അത് ജില്ലാ ആശുപത്രിയായി ഉയർത്തി. അത് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന അർത്ഥത്തിലാണല്ലോ ജില്ലാ ആശുപത്രിയായിട്ടൊക്കെ ഉയർത്തുക സമീപകാലത്ത്. പക്ഷേ അവിടെ ഈ പിഴവ് ആവർത്തിക്കപ്പെടുന്നു. നേരത്തെയും ചില പരാതികളുണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? രതീഷ്, വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിയായിട്ടുള്ള ഷാജഹാൻ ഉയർത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 1-ാം തീയതിയാണ് ഷാജഹാന്റെ കൈവിരലിൽ, ചൂണ്ടുവിരലിനും പെരുവിരലിനും ഇടയിലുള്ള ഭാഗത്ത് ഈർക്കൽ കുത്തിക്കയറിയത്. തുടർന്ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇയാളുടെ ചികിത്സയിലുമായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു ശസ്ത്രക്രിയ. പക്ഷേ ആദ്യ ശസ്ത്രക്രിയ ചെയ്തുവെങ്കിലും അനസ്തീഷ്യ നൽകിയ ശേഷം ആദ്യ ശസ്ത്രക്രിയ ചെയ്തു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം, കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ഇയാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. തുടർന്ന് രണ്ടാമത്തേനും അനസ്തീഷ്യ നൽകിയതിനു ശേഷമാണ് ശസ്ത്രക്രിയ ചെയ്തത്. ഇത് കഴിഞ്ഞ ശേഷമാണ് ഈ ഷാജഹാന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കൈയുടെ 2 ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെന്ന്. അതായത് ആദ്യം ഓപ്പറേഷൻ ചെയ്യേണ്ടതിന് പകരം, അതായത് ചൂണ്ടുവിരലിനും പെരുവിരലിനും ഇടയിലുള്ള ഭാഗത്താണ് ഈർക്കൽ കുത്തിക്കയറി. അതിന് പകരം വലത് വിരലിനാണ് ഓപ്പറേഷൻ ചെയ്തതെന്നാണ് ഷാജഹാന്റെ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഷാജഹാൻ ഇപ്പോൾ നെടുമങ്ങാട് ആശുപത്രി സൂപ്രണ്ടിനും നെടുമങ്ങാട് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിൽ മാത്രമേ ഈ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ജോസഫ് തോമസ് എന്ന് പറയുന്ന സർജനാണ് ഈ ഒരു ശസ്ത്രക്രിയ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 ഭാഗത്ത് ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടതിനെ തുടർന്ന് ഷാജഹാൻ ഈ ഡോക്ടറിനോട് ആശുപത്രിയിൽ വെച്ച് തന്നെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് വീണ്ടും ഈ ആശുപത്രിയിലേക്ക് ഷാജഹാൻ വരേണ്ടതുണ്ട്, അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയൊന്നും നൽകരുതെന്നാണ് ആ സമയം ഡോക്ടറും ഷാജഹാനോട് പറഞ്ഞത്. വീഴ്ച ഉറപ്പിച്ചു അല്ലേ? അത് തന്നെയാണ് പരാതിയിൽ പറയുന്നത്. അത് തന്നെയാണ് ഡോക്ടറിനെ കണ്ട സമയത്ത് ഡോക്ടർ വീഴ്ച ഉറപ്പിക്കുന്ന തരത്തിലാണ് ഷാജഹാനോട് നൽകിയിരിക്കുന്ന പ്രതികരണത്തിലും പറയുന്നത്. ഷാജഹാൻ ഈ പരാതിയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് തൻ്റെ കയ്യിൽ 2 ശസ്ത്രക്രിയ ചെയ്തത് കണ്ട് 2 ഭാഗത്ത് മുറിവുകൾ ഉള്ളത് ശ്രദ്ധയിൽപ്പെട്ടതോടെ താൻ വീണ്ടും ആ ഡോക്ടറിനെ പോയി കണ്ടു. ആ സമയത്താണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഇത് സംബന്ധിച്ച് ഇനി ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ പാടില്ല. കാരണം ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്ക് ഷാജഹാൻ ഇതേ ആശുപത്രിയിലും ഇതേ ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും വരേണ്ടതാണ്. അതുകൊണ്ട് പരാതി നൽകരുതെന്നുള്ള ഒരു നിർദ്ദേശമാണ് ആ സമയത്ത് ഡോക്ടർ ഷാജഹാന് നൽകിയത്. ശരി, ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.